പ്രേക്ഷകരുടെ ആരോഗ്യത്തിൽ നമ്മളും ഒന്ന് ശ്രദ്ധ വയ്ക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. അതായത് എത്രത്തോളം ആരോഗ്യത്തിൽ ബോധവാന്മാരാണ് എന്ന് നമുക്കറിയാമല്ലേ, അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത് ഒരു ദിവസത്തെ മുഴുവൻ ആരോഗ്യത്തെയും നമ്മുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ദിവസം നല്ലതായി തുടങ്ങാൻ എന്തൊക്കെ ചെയ്യാമെന്ന കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അതിൽ ഞങ്ങളുടെ റീജിയണൽ റിപ്പോർട്ടേഴ്സ് അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായി ചേരുമ്പോൾ പ്രശാന്താണ് നമുക്ക് കോട്ടയത്ത് നിന്നും ചേരുന്നത്. പ്രശാന്ത്, നമുക്കറിയാം ഈ കോവിഡിനൊക്കെ ശേഷം ആരോഗ്യമൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു അവബോധം, അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ്, ഒരുപാട് പരാതികളാണ്. ഒരസുഖവും ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു, അങ്ങനെ. അപ്പോൾ കൃത്യമായ ഒരു ആരോഗ്യ രീതി പിന്തുടരേണ്ടതിൻ്റെ ആവശ്യം പൊതുവേ മലയാളികൾ ഇക്കാര്യത്തിൽ വളരെ ബോധവാന്മാർ തന്നെയാണ്. എങ്കിൽ കൂടിയും സ്ഥിരമായി നമ്മൾ കാണുന്ന ജിമ്മുകൾ, കളരി, യോഗ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാഗമായിട്ടുണ്ട്, ലൈഫിൻ്റെ ഭാഗമായി മലയാളികൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രശാന്ത് ഇപ്പോൾ ഒരു ജിമ്മിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്താണ് അവിടുത്തെ ഒരു മോർണിംഗ് വൈബ്? തീർച്ചയായും സ്വപ്ന, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ടൗണിൽ തന്നെയുള്ള ഫിറ്റ്നസ് HP എന്ന ഒരു ഫിറ്റ്നസ് സെൻറ്ററിലാണ്. നമുക്കിത് ജിം എന്ന് പറയാൻ കഴിയില്ല, കാരണം ജിമ്മ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നൊക്കെ ഇപ്പോൾ മാറി ആളുകൾ ആരോഗ്യ സംരക്ഷണത്തിനായി ഫിറ്റ്നസ് സെൻറ്ററുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് കൂടുതലായും ബോഡി ബിൽഡിംഗ് എന്നതിനപ്പുറം ആരോഗ്യ സംരക്ഷണം തന്നെയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഉടമയും ഡയറ്റീഷ്യനുമൊക്കെയായ ഡോക്ടർ ജിസ് ഫിലിപ്സൺ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് 4 സെൻറ്ററുകൾ ഇപ്പോൾ ഓൾറെഡി ഈ ഫിറ്റ്നസ് സെൻറ്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ആളുകൾ ഈ കോവിഡിന് ശേഷം ഈ ആരോഗ്യ സംരക്ഷണം എന്നൊരു രംഗത്തെ കാണുന്നത് എങ്ങനെയാണ്? ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? പോസ്റ്റ് കോവിഡ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ല, ലോകമെമ്പാടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ബിഗസ്റ്റ് ഫിറ്റ്നസ് ഒരു ഷിഫ്റ്റാണ് നടന്നേക്കുന്നത്. കാര്യം ഇത്രയും നാളും ഈ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ ഒരു ബോധറേഷനും ഇല്ലാത്ത ആൾക്കാരെല്ലാം ഇപ്പം ജിമ്മുകളിൽ പോവുക, അതുപോലെ തന്നെ ലൈറ്റ് ജോഗിങ്, മാരത്തോൺ, അങ്ങനെയൊക്കെയുള്ള ഫിസിക്കലി എൻഗേജിങ് ആക്ടിവിറ്റീസിലോട്ട് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പം ഇന്നത്തെ കാലത്ത് ഈ ജിമ്മുകൾ, ഈ പോസ്റ്റ് കോവിഡിന് ശേഷം അനേകം ജിമ്മുകൾ ഇപ്പം കേരളത്തിൽ തന്നെയായി ഒത്തിരിയും ജിമ്മുകൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതുപോലെയുള്ള ആൾക്കാരുടെ ഫിറ്റ്നസ്സിനോടുള്ള ഒരു അവെയർനെസ്സും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ജിമ്മുകളെ കാണാൻ തുടങ്ങി. റാദർ ദാൻ പണ്ടത്തെ ഒരു ജിമ്മെന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്ന മസിൽ, അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് മാറി ഹെൽത്തും വെൽനെസ്സും അതുപോലെ തന്നെ ഒരു ലോഞ്ചിറ്റിവിറ്റി, ദീർഘായുസിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഒരു സ്ഥലമായിട്ട് ഇന്നത്തെ കാലത്ത് ജിമ്മുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ജിമ്മുകൾ എന്നുള്ളത് ഫിറ്റ്നസ് സെൻറ്ററുകളായി മാറി. അപ്പോൾ അതനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഫിറ്റ്നസ് സെൻറ്ററുകളിൽ ഇതിനനുസരിച്ച് ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൈൻ പോലുള്ള പ്രശ്നങ്ങൾ, സ്പൈനിനൊക്കെ ഉണ്ടാകുന്ന, നട്ടലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പലതിനും പരിഹാരമായി ഫിറ്റ്നസ് സെൻറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഫിറ്റ്നസ് സെൻറ്ററുകളിൽ ഉണ്ടായിട്ടുണ്ട്? ബേസിക്കലി എല്ലാ ഫിറ്റ്നസ് സെൻറ്റേഴ്സിലും അങ്ങനെയുള്ള മാറ്റങ്ങളല്ല പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഫിറ്റ്നസ് HPയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓവറോൾ ഹെൽത്തും വെൽബീയിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു കൂടുതലായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ആൾക്കുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഡയറ്റും. ഇന്നത്തെ കാലത്ത് വേറൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ChatGPT അല്ലെന്നുണ്ടെങ്കിൽ AI യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ഡയറ്റ് പാറ്റേണിലോട്ട് പോയി. ഇങ്ങനത്തെ ഈ ഒരു കോമൺ ഡയറ്ററി പാറ്റേൺ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, അതിനെ സംബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് തന്നെ ആൾക്കാർക്ക് കൺസിസ്റ്റൻ്റായിട്ട് കീപ്പ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കസ്റ്റമൈസിങ് എ യുണീക്ക് പ്രോഗ്രാം ഫോർ എ യുണീക്ക് പേഴ്സൺ. നമ്മളെല്ലാം ഇൻഡിവിജ്വലി യുണീക്ക് ആയിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കുമുള്ള നമ്മളുടെ വർക്കൗട്ടും ഡയറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള റെസ്റ്റ് പാറ്റേൺസ് എല്ലാം. സോ വി ആർ ഡൂയിങ് അക്കോർഡിംഗ് ടു ദാറ്റ്. പിന്നെ മറ്റൊന്ന്, ഈ ഇപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. കൂടുതൽ ഭക്ഷണമല്ല, അതിന് പകരമുള്ള സപ്ലിമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനങ്ങളും നമ്മുടെ ഭാഗത്തുണ്ട്. സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ഫുഡോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമല്ല. സപ്ലിമെൻ്റ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനോടെങ്കിലും ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ അങ്ങനത്തെ വേണ്ടിയ മാക്രോ അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിലാണ് നമ്മൾ സപ്ലിമെൻറ്റ്സിനെ ആശ്രയിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് സപ്ലിമെൻറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. വൈ? ബിക്കോസ് ഇത് നമ്മുടെ പ്രിവെൻറ്റീവായിട്ടുള്ള സേ ഫോർ എക്സാമ്പിൾ പല അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈറ്റമിൻ D ഡെഫിസിറ്റ് ആവുന്ന ഒരാൾ പോസ്റ്റ് കോവിഡിന് ശേഷം 90% അല്ല 95% ക്രൗഡും വൈറ്റമിൻ D ഡെഫിസിറ്റ് ആണ്. ഈ D ഡെഫിഷ്യൻസി എങ്ങനെ മാറ്റാൻ പറ്റുന്നത്? നമ്മുടെ ഫുഡിൽ കൂടെ മാറ്റാൻ പറ്റത്തില്ല. സോ ഇത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം സപ്ലിമെൻറ്റേഷനാണ്. സോ ലൈക്ക് വൈസ് ദർ ആർ കീ കമ്പോണൻസ് ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ്.
സോ അത് ഓരോരുത്തർക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക, അത് കൊടുക്കുകയും ചെയ്യുന്നത്. ഈ സപ്ലിമെൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ ജാഗ്രത പുലർത്തണം. പണ്ടൊക്കെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുമെന്നായിരുന്നു പറയുന്നത്, പക്ഷേ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ ആളുകൾ കൂടുതൽ ഫുഡ്, വാട്ടർ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. 8 ഗ്ലാസസ് എ ഡേ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു മിത്താണ്. ഇത് ഓരോ ഇൻഡിവിജ്വലിനും അവരവരുടെ ഇൻടേക്ക് പാറ്റേണിൽ വാട്ടറിൻ്റെ ഇൻടേക്ക് പാറ്റേൺ എപ്പോഴും ഡിഫർ ചെയ്യും. അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ, അവർ കഴിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ അവർ നിൽക്കുന്ന ക്ലൈമറ്റ്, അവർ നിൽക്കുന്ന സ്റ്റേറ്റ് ഓർ കൺട്രി, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വാട്ടർ ഇൻടേക്കിൻ്റെ ഇമ്പോർട്ടൻസും ആ വാട്ടർ ഇൻടേക്ക് എന്തോരം എമൗണ്ട് വേണമെന്ന് വരുന്നത്. അപ്പം 8 ഗ്ലാസ് എ ഡേ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു മിത്താണ്. ഇറ്റ് ഡിഫേഴ്സ് അപ്പോൺ പീപ്പിൾ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലേസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ the entire environment. തീർച്ചയായും ഫിറ്റ്നസ് HP-യിലെ ഒരു ഇതിൻ്റെ ഓണറും അതേപോലെ തന്നെ ഡയറ്റീഷ്യനും ഒക്കെയായ ഡോക്ടർ ജിസ് ഫിലിപ്സനാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ജാഗ്രതകൾ പാലിക്കണം. ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളുമുണ്ട്. ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ ഡയറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫിറ്റ്നസ് സെൻ്ററുകളിലെത്തി വേണ്ട വിധത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ രംഗത്ത് കോട്ടയത്തെ ഒരു ആരോഗ്യകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അറ്റ്ലീസ്റ്റ് മലയാളി ഒരു കാര്യം ചെയ്യുക, ഈ ഫിറ്റ്നസ് സെൻ്ററിലും ജിമ്മിലും ഒക്കെ പോകാൻ സാധിച്ചില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് നടക്കാനുള്ള ഒരു സാഹചര്യം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്.